ഹലോ ഫ്രണ്ട്സ്, ഞാൻ റോസി ചെറിയാൻ. ഈ ശംഖുപുഷ്പം പൂവിനെക്കുറിച്ച് അല്പമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശംഖുപുഷ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. 3 മാസത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൽ വന്ന പ്രത്യേകമായ മാറ്റം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായി തരുന്നത്. ഈ ശംഖുപുഷ്പം പൂവ് ആരോഗ്യത്തിനും സൗന്ദര്യവർദ്ധനവിനും ഏറ്റവും ഉപകരിക്കുന്നതാണ്. ഈ ശംഖുപുഷ്പം പൂവ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് 2 തരത്തിലുള്ള പൂവുകളുണ്ട്. ഒന്ന് വെള്ള ശംഖുപുഷ്പമുണ്ട്, ഈ ബ്ലൂ ശംഖുപുഷ്പമുണ്ട്. ഇത് നമുക്ക് ബുദ്ധി വികസനത്തിനും പിന്നെ ആങ്സൈറ്റി മാറ്റുന്നതിനും ഒക്കെ ഇതിൻ്റെ വെള്ളം കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടും. ഇത് 5 പുഷ്പം എടുത്തിട്ട് ഇതിൽ 5 പുഷ്പം എടുത്തിട്ട് ഞെരടി നമ്മൾ വൈകിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിലിട്ട് അടച്ചു വെച്ചിട്ട് രാവിലെ എടുത്ത് അത് വെറും വയറ്റിൽ കുടിക്കുക. അപ്പോഴാണ് അത് പ്രയോജനപ്പെടുന്നത്. ഈ ശംഖുപുഷ്പത്തിൻ്റെ ശംഖുപുഷ്പം നമുക്ക് ഒത്തിരി സൗന്ദര്യവർദ്ധനവിന് നല്ലതാണ്. മുഖത്ത് കരിമങ്ങലമൊക്കെ മാറ്റുന്നതിനും വെയിൽ കൊണ്ടിട്ട് ഒരു ബ്ലാക്കിഷ് കളർ വരുന്നതിനൊക്കെ ഇതിൻ്റെ വെള്ളം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് പേസ്റ്റാക്കി നമ്മുടെ മുഖത്ത് പുരട്ടുമ്പോൾ അത് നമ്മുടെ കരിമങ്ങലമൊക്കെയും മാറുവാനിടയായിത്തീരും. കുഞ്ഞുങ്ങളുടെ ബുദ്ധി വികസനത്തിന് വേണ്ടി ഇതിൻ്റെ വേരുകൾ എടുത്ത്, പ്രത്യേകിച്ച് വൈറ്റ് ശംഖുപുഷ്പത്തിൻ്റെ വേരുകളെടുത്ത് അരച്ച് അതിൻ്റെ 1 സ്പൂണ് കുഞ്ഞുങ്ങൾക്ക് രാവിലെ കൊടുത്താൽ അത് ബുദ്ധി വികസനത്തിന് നല്ലതാണെന്ന്, മറവി രോഗത്തിന് നല്ലതാണ് ഇത്. പിന്നെ നമ്മുടെ തലയുടെ മുടി വളരുന്നതിനും ചാർദനം മാറ്റുന്നതിനും ഒക്കെ ഈ പൂവിൻ്റെ വെള്ളം നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിച്ചാൽ അത് നമുക്ക് പ്രയോജനപ്പെടുന്നു. ഇത് സ്കിൻ ഡിസീസിന് ഈ ശംഖുപുഷ്പം ഒത്തിരി ഉപയോഗപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ ഞെരടി അതിൻ്റെ പേസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമായിട്ട് അല്പം ലൂസായിട്ടെടുത്ത് നമ്മളത് ശരീരത്ത് പുരട്ടിയാൽ നമ്മുടെ സ്കിൻ ഡിസീസിന് ഒത്തിരി നല്ലതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് മൂത്രം പെട്ടെന്ന് പോകുവാൻ ഈ വെള്ളം ഉപകരിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധിയായ ഗുണവിശേഷതകളുള്ള ഈ പൂവ് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ഒത്തിരി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ ചെടിയുടെ ഫോട്ടോയും ഞാൻ അയക്കുകയാണ്. ചെടി ഞാൻ വീഡിയോ എടുത്ത് അയക്കാം. അത് പുഷ്പിച്ച് നിൽക്കുന്നതും അത് ചെടി കണ്ടിട്ടില്ലാത്തവർക്ക് അത് പ്രയോജനപ്പെടും. ഈ പൂവ് നമുക്ക് ഉണക്കിയും സൂക്ഷിക്കാം. ഞാൻ ഉണക്കി വച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇത് ശംഖുപുഷ്പം ചെടിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് തന്നെത്താൻ കിളിച്ചതാണ്. ഇതിൽ നിന്നാണ് ഞാൻ പൂ പറിച്ച് വെള്ളം ഉണ്ടാക്കി കുടിക്കുന്നത്. ഈ ശംഖുപുഷ്പം നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ ഇത് കിട്ടുന്നതൊക്കെയും പറിച്ച് ഉണക്കി ഇങ്ങനെ സൂക്ഷിക്കും. ഇത് ഉണങ്ങി കഴിയുമ്പോൾ തണലിലിട്ട് നമ്മുടെ പെരയ്ക്കകത്ത് തന്നെ വെച്ച് ഇത് ഉണങ്ങണം. ഉണങ്ങിയിട്ട് നമുക്കിത് സൂക്ഷിച്ചു വെച്ചാൽ നമുക്കിത് കിട്ടാത്ത സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം ഇത് ഉണക്കി കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ ഇങ്ങനെ
ഉണക്കി വയ്ക്കണം.